കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ തന്ത്രങ്ങളുടെ ഫലമാണ് പശ്ചിമബംഗാളിലെ ചരിത്ര വിജയം. മമതാ ബാനർജിയെ താഴെയിറക്കാൻ കൊൽക്കത്തയിൽ ക്യാമ്പ് ചെയ്ത അദ്ദേഹം പ്രചാരണത്തിന് നേതൃത്വം നൽകി. തൃണമൂൽ അക്രമികളെ നിലയ്ക്ക് നിർത്തി വിജയമുറപ്പിക്കാൻ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ കേന്ദ്രസേനയുടെ നിർണായക വിന്യാസവും ഉറപ്പാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശ്വസ്തനായ അമിത്ഷായെ BJP ദേശീയ അധ്യക്ഷനാക്കിയത് ബംഗാൾ അടക്കം നിർണായക സംസ്ഥാനങ്ങളിൽ അധികാരം പിടിക്കാൻ ഉറച്ചാണ്. മമതയുടെ വലംകൈയായ സുവേന്ദുവിനെ ബംഗാളിലും കോൺഗ്രസ് ഹൈക്കമാൻഡ് അവഗണിച്ച ഹിമന്ത ബിശ്വ ശർമ്മയെ അസാമിലും വളർത്തിയത് അമിത്ഷായുടെ തന്ത്രം. ഹിമന്തയിലൂടെ അസാമിൽ BJPക്ക് ഹാട്രിക് വിജയവും ബംഗാളിൽ സുവേന്ദുവിലൂടെ ചരിത്രത്തിലാദ്യമായി ഭരണവും പിടിച്ചു. 2014 മുതൽ അമിത്ഷാ നടപ്പാക്കിയ പദ്ധതികൾ 2016 ബംഗാളിൽ 3 സീറ്റുമായി അക്കൗണ്ട് തുറക്കാൻ സഹായിച്ചു. സുവേന്ദുവിനെ എത്തിച്ചത് സംസ്ഥാന നേതൃത്വത്തെ ശക്തിപ്പെടുത്തി. 2021 77 സീറ്റും ഇക്കുറി അധികാരമുറപ്പിക്കാനുള്ള ഭൂരിപക്ഷവും ഉറപ്പാക്കി. പുതിയ BJP അധ്യക്ഷൻ നിതിൻ നബിനെ മാറ്റി നിർത്തി ബംഗാളിലെ പ്രചാരണം അമിത്ഷാ നേരിട്ട് ഏറ്റെടുത്തതും ശ്രദ്ധേയം. കൊൽക്കത്ത സാൾട്ട് ലേക്കിലെ BJP ഓഫീസിന് സമീപം ഫ്ളാറ്റ് എടുത്ത് താമസിച്ച പ്രചാരണം ഏകോപിപ്പിച്ചു. BJP ചുമതല ഒഴിഞ്ഞ ശേഷം അമിത്ഷാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് ഇടപെടുന്നത് ആദ്യമാണ്. ഭരണവിരുദ്ധ വികാരത്തിൽ അടിതെറ്റിയ മുഖ്യമന്ത്രി മമതാ ബാനർജി അതിൽ മുങ്ങിത്താണു. 15 വർഷത്തെ ഭരണത്തിനു ശേഷം അതിദയനീയമായ പരാജയം. സിറ്റിംഗ് മണ്ഡലമായ ഭവാനിപ്പൂരിൽ BJPയെ നയിച്ച സുവേന്ദു അധികാരിയിൽ നിന്ന് 15,000-ൽ പരം വോട്ടുകൾക്കാണ് തോൽവി ഏറ്റുവാങ്ങിയത്. ഭവാനിപ്പൂരിന് പുറമെ സിറ്റിംഗ് സീറ്റായ നന്ദിഗ്രാമിലും സുവേന്ദു ജയിച്ചു. ഭവാനിപ്പൂരിൽ രാജിവെച്ചാൽ മമതയ്ക്ക് വീണ്ടും മത്സരിക്കാൻ അവസരമൊരുങ്ങും. 200-ലധികം സീറ്റുമായി ആധികാരിക വിജയം നേടിയാണ് BJP ബംഗാളിൽ അധികാരത്തിലേറുന്നത്. തൃണമൂൽ സർക്കാർ 81 സീറ്റിൽ ഒതുങ്ങി. 2021-ൽ സംയോജിതരായിരുന്ന കോൺഗ്രസ് 2 സീറ്റും CPM 1 സീറ്റും നേടി. ഹുമയൂൺ കബീറിന്റെ AJUP 2 സീറ്റുകൾ നേടി. ഇന്ത്യൻ സെക്കുലർ ഫ്രണ്ട് 1 സീറ്റ് നിലനിർത്തി. തമിഴ്നാട്ടിൽ ഭരണകക്ഷിയായ DMKയെ തകർത്തെറിഞ്ഞ് നടൻ വിജയുടെ തേരോട്ടമാണ് കണ്ടത്. ജെൻസി വോട്ടുകളുടെ കാര്യത്തിൽ 106 സീറ്റ് നേടിയ TVKയ്ക്ക് കേവല ഭൂരിപക്ഷത്തിനുള്ള 118-ലെത്താൻ കോൺഗ്രസ്, അണ്ണാ DMK തുടങ്ങി ആരെങ്കിലുമായി കൂട്ടുകൂടണം. വിജയ് പെരുമ്പൂരിലും തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും ജയിച്ചു. DMK നേതൃത്വ മതേതര പുരോഗമന സഖ്യം 74 സീറ്റുകളിൽ ഒതുങ്ങി. DMKയുടെ സമ്പാദ്യം 60, കോൺഗ്രസ് 5-ൽ ഒതുങ്ങി. CPI CPM 2 വീതവും DMDK 1 സീറ്റിലും NDAയിൽ അണ്ണാ DMK 47 സീറ്റും നേടി. BJPക്ക് ഒരിടത്താണ് ലീഡ്. PMKയ്ക്ക് 5 സീറ്റുകൾ. 126 അംഗ അസം നിയമസഭയിൽ 100-ലേറെ സീറ്റുമായാണ് NDA അധികാര തുടർച്ച ഉറപ്പാക്കിയത്. BJP 82 സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ 89,434 വോട്ടുകൾക്ക് ജയിച്ചു. സഖ്യകക്ഷികളായ AGPയും BOPFും 10 വീതം നേടി. ഭരണത്തിൽ തിരിച്ചെത്താൻ ശ്രമിച്ച കോൺഗ്രസ് 19-ൽ ഒതുങ്ങി. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഗൗരവ് ഗൊഗോയ് ജോർഹട്ടിൽ 23,000-ൽ പരം വോട്ടുകൾക്ക് തോറ്റു. പുതുച്ചേരിയിലും BJP നേതൃത്വത്തിലുള്ള NDAയ്ക്ക് ഭരണ തുടർച്ച ലഭിച്ചു. 30 സീറ്റ്. NDAയ്ക്ക് 18 സീറ്റുകൾ ലഭിച്ചതോടെ ഓൾ ഇന്ത്യ NR കോൺഗ്രസിന്റെ പ്രസിഡന്റ് N രംഗസ്വാമി മുഖ്യമന്ത്രിയായി തുടരും. NR കോൺഗ്രസ് 12ഉം BJP 4ഉം നേടി. അണ്ണാ DMKയും LJKയും ഓരോ സീറ്റുകളിലും വിജയിച്ചു. ഇന്ത്യ മുന്നണിയിൽ DMK 5ഉം കോൺഗ്രസ് 2ഇടത്തും ജയിച്ചു. വിജയുടെ TVKയ്ക്ക് 2 സീറ്റ്. NYMK ഒരിടത്തും 3 സ്വതന്ത്രരും ജയിച്ചു. ദേശീയതലത്തിൽ BJPയെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ നേട്ടം കേരളത്തിലെ തിരിച്ചുവരവാണ്. 2021-ൽ നഷ്ടപ്പെട്ട അക്കൗണ്ട് ഇക്കുറി 3 സീറ്റുകളിലായി തിരിച്ചുപിടിക്കാൻ BJPക്ക് സാധിച്ചു. തിരുവനന്തപുരത്തെ നേമം, കഴക്കൂട്ടം മണ്ഡലങ്ങൾക്കൊപ്പം കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിലും BJP സ്ഥാനാർത്ഥി വിജയക്കൊടി പാറിച്ചു. നേമത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് കേന്ദ്രമന്ത്രി V മുരളീധരനും ചാത്തന്നൂരിൽ BB ഗോപകുമാറും വിജയിച്ചതോടെ കേരള നിയമസഭയിൽ BJPയുടെ സാന്നിധ്യം ശക്തമായി. മാറ്റത്തിന്റെ ശംഖൊലി കേരളത്തിൽ മുഴങ്ങിക്കഴിഞ്ഞുവെന്നാണ് ഈ വിജയത്തോട് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതികരിച്ചത്. ബംഗാളിലെ BJPയുടെ ഈ ചരിത്ര വിജയത്തിന് പിന്നിലെ സൂത്രധാരൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. ഓരോ മണ്ഡലത്തിലും കൃത്യമായ തന്ത്രങ്ങൾ മെനഞ്ഞും താഴെത്തട്ടിൽ പ്രവർത്തകരെ ഏകോപിപ്പിച്ചും അമിത്ഷാ നടത്തിയ നീക്കങ്ങളാണ് തൃണമൂലിന്റെ കോട്ടകൾ തകർക്കാൻ BJPയെ സഹായിച്ചത്. രാഷ്ട്രീയ ചാണക്യനെന്ന് തന്റെ വെളിപ്പേര് അനർത്ഥമാക്കുന്ന പ്രകടനമാണ് അദ്ദേഹം ബംഗാളിൽ കാഴ്ചവെച്ചത്. വടക്കൻ ബംഗാളിലും പടിഞ്ഞാറൻ മേഖലകളിലും BJP നടത്തിയ ക്ലീൻ സ്വീപ് അമിത്ഷായുടെ തന്ത്രങ്ങളുടെ വിജയമായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിൽ വെച്ച് സുവേന്ദു അധികാരിയോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ട മമതയ്ക്ക് ഇത്തവണ ഭവാനിപ്പൂരിലെ പരാജയം രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ്. 3 തവണ തുടർച്ചയായി ഭരിച്ച തൃണമൂലിനെതിരെ ജനങ്ങൾ ഭരണവിരുദ്ധ വികാരം പ്രകടിപ്പിച്ചു എന്നത് വ്യക്തമാണ്. തൃണമൂൽ മന്ത്രിസഭയിലെ 23 പ്രമുഖ മന്ത്രിമാർ പരാജയപ്പെട്ടത് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിന്റെ തകർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ വിഘടിച്ചുപോയതും ഇടത് കോൺഗ്രസ് സഖ്യം ചിലയിടങ്ങളിൽ വോട്ട് വിഹിതം തിരിച്ചുപിടിച്ചതും തൃണമൂലിന് വിനയായി.
ധാരണയായി. ബംഗാളിലെ രാഷ്ട്രീയ കലാപങ്ങൾക്കും ഗുണ്ടാരാജിനും അന്ത്യം കുറിക്കുമെന്ന വാഗ്ദാനവുമായാണ് BJP ഭരണമേൽക്കുന്നത്. തൃണമൂൽ പ്രവർത്തകർ നടത്തിയതായി പറയപ്പെടുന്ന അക്രമങ്ങളെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചൊതുക്കുമെന്നും സംസ്ഥാനത്ത് നിയമവാഴ്ച തിരികെ കൊണ്ടുവരണമെന്നും BJP നേതൃത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വോട്ടെണ്ണലിന് ശേഷം പലയിടങ്ങളിലും അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ സംസ്ഥാനത്തുടനീളം കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സുവേന്ദു അധികാരി മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നതോടെ ബംഗാളിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തൃണമൂലിന്റെ രാഷ്ട്രീയ രീതികളെയും സംഘടനാശൈലിയും കൃത്യമായി അറിയാവുന്ന നേതാവെന്ന നിലയിൽ സുവേന്ദുവിന്റെ ഭരണം പാർട്ടിക്ക് വലിയ കരുത്തായി മാറും. മമതയുടെ സ്വന്തം അനുയായിയായിരുന്ന സുവേന്ദു തന്നെ അവരെ പരാജയപ്പെടുത്തി മുഖ്യമന്ത്രിയാകുമെന്നത് കാലം കരുതിവെച്ച കാവ്യനീതിയാണ്. ബംഗാളിലെ വികസന മുരടിപ്പും അഴിമതിയും ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണം യുവാക്കളെയും സ്ത്രീകളെയും വലിയ രീതിയിൽ BJPയിലേക്ക് ആകർഷിച്ചു. അമിത്ഷാ നേരിട്ട് നിയന്ത്രിച്ച വാർ റൂം ഓരോ മണ്ഡലത്തിലെയും പ്രാദേശിക പ്രശ്നങ്ങൾ പഠിച്ചാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതും പ്രചാരണം നയിച്ചതും. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ തടസ്സം നിൽക്കുന്നുവെന്ന പ്രചാരണം വോട്ടർമാരെ സ്വാധീനിച്ചു. ഇത് മമതാ ബാനർജിയുടെ ജനപ്രീതിയെ ഇത്തവണ തകർത്തു. തിരിച്ചുവരാൻ കഴിയാത്ത വിധം തൃണമൂൽ തകർന്നുവെന്നാണ് BJP കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നത്. രാജ്യമൊട്ടാകെ ഇനി BJPയുടെ ഭരണമെന്നത് നിഷ്പ്രയാസം പറയാൻ കഴിയും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.